മധ്യ അമേരിക്കൻ നഗരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കെൻഡക്കിയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കെൻഡക്കി, മിസോറി, വിർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. 2018 ഒക്ലഹോമ, കൻസാസ്, ടെക്സസ് എന്നിവിടങ്ങളിലെ പരമ്പരാഗത ടൊർണാഡോ അല്ലിയയിലും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും മരങ്ങൾ നിറഞ്ഞതുമായ തെക്കൻ പ്രദേശങ്ങളിലും മാരകമായ ടൊർണാഡോകൾ വളരെ കുറവാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. രാത്രിയോ പകലോ ഏത് സമയത്തും അവ സംഭവിക്കാം. പക്ഷേ വർഷത്തിലെ ചില സമയങ്ങളിൽ ഏറ്റവും ഉയർന്ന ടൊർണാഡോ സീസൺ ഉണ്ടാകും. തെക്കൻ സമതലങ്ങളിൽ മെയ് മുതൽ ജൂൺ ആദ്യം വരെയും ഗൾഫ് തീരത്ത് വസന്തത്തിന്റെ തുടക്കത്തിലുമാണ് ഇത് സംഭവിക്കുന്നത്. 1890 മാർച്ചില് കെൻഡക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ചുഴലിക്കാറ്റ് 100 കണക്കിന് യാർഡ് വീതിയിൽ വീശിയടിച്ചു. അത് ഡൗൺടൗൺ ലൂയിസ് വില്ലയിലെ ബിസിനസ് ഡിസ്ട്രിക്റ്റിലൂടെ ആഞ്ഞടിക്കുകയായിരുന്നു. അതിൽ 200 പേർ അകത്തുണ്ടായിരുന്ന ഒരു കെട്ടിടം ഉൾപ്പെടെ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു. 76 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. കെൻഡക്കിയിൽ വൻതോതിലുള്ള മരണങ്ങൾക്ക് കാരണമായ അവസാനത്തെ ചുഴലിക്കാറ്റ് 2021 ഡിസംബറിൽ ഏകദേശം 5 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ചുഴലിക്കാറ്റായിരുന്നു അത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് അത് ഏകദേശം 266 കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു എന്നാണ്. എന്നാൽ അതിൽ 57 പേർ മരിക്കുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ കൊടുങ്കാറ്റിൽ കുറഞ്ഞത് 41 ചുഴലിക്കാറ്റുകൾ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന വ്യാപകമായി കുറഞ്ഞത് 77 പേർ മരിച്ചു എന്നതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിൽ ഗവർണർ ആൻഡി ബഷീർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. തന്റെ ഭരണകാലത്തെ ഏറ്റവും മോശം ദുരന്തങ്ങളിൽ ഒന്നായാണ് ബഷീർ ദുരന്തത്തെ വിശേഷിപ്പിച്ചത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിരവധി വീടുകൾ തകർന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടും ചെയ്തു. മാത്രമല്ല, ദേശീയ കാലാവസ്ഥാ സേവനം ചുഴലിക്കാറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി കുറഞ്ഞത് 26ഓളം കൊടുങ്കാറ്റാണ് വീശിയടിച്ചത്. ഇൻഡ്യാനയിലും മിസോറിയിലും നാശനഷ്ടങ്ങളും ഉണ്ടായി. കൂടാതെ കൊടുങ്കാറ്റ് വലിയ ആലിപ്പഴ വർഷത്തിനും വ്യാപകമായ വൈദ്യുതി തടസ്സങ്ങൾക്കും കാരണമായി. മിഷിഗൺ മുതൽ ടെന്നസി വരെയുള്ള സംസ്ഥാനങ്ങളിലായി 4,62,000-ലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നഷ്ടപ്പെടുകയും ഉണ്ടായി. കാലാവസ്ഥാ പ്രതിസന്ധി ദേശീയ കാലാവസ്ഥാ സേവനത്തിനുള്ളിലെ വെല്ലുവിളികളെ തുറന്നു കാട്ടിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച തൊഴിൽ വെട്ടിക്കുറവുകൾ കാരണം നിരവധി പ്രാദേശിക ഓഫീസുകളിൽ ജീവനക്കാരുടെ ക്ഷാമവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലും US-ൽ വ്യാപക നാശനഷ്ടവും ചുഴലിക്കാറ്റും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കെൻഡക്കിയിൽ 18 പേരും, മിസോറിയിൽ 7 പേരും, വിർജീനിയയിൽ 2 പേരും മരിച്ചതായി അധികൃതർ അറിയിച്ചു. ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. മിസോറിയിലെ സെന്റ് ലൂയിസ് നഗരത്തിൽ വെള്ളിയാഴ്ച സെന്റിനൽ ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു ഭാഗം തകർന്നു വീണു. ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ഉണ്ടായി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിസോറിയിൽ 5000-ലേറെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയുമുണ്ടായി. ശനിയാഴ്ച ഉച്ചയോടെ മിസോറിയിലും കെൻഡക്കിയിലും 1.4 ലക്ഷം വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. സെന്റ് ലൂയിസിൽ അഗ്നിശമന സേന വീടുകൾ തോറും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ രാത്രി 9 മുതൽ രാവിലെ 6 വരെ കർഫ്യൂ ഏർപ്പെടുത്തുകയുമുണ്ടായി. അയൽ സംസ്ഥാനമായ ഇല്ലിനോയിസിലും ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിഴക്കോട്ട് അറ്റ്ലാന്റിക് തീരം വരെ കഠിനമായ കാലാവസ്ഥ വ്യാപിക്കുന്നതായി US നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ടെക്സസിൽ വാരാന്ത്യത്തിൽ ശക്തമായ കൊടുങ്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിലാണ് സാധാരണയായി ഇത്തരം ടൊർണാഡോകൾ കൂടുതലായി ഉണ്ടാകുന്നത്. 2000 മുതൽ കെൻഡക്കിയിൽ ഓരോ മെയ് മാസവും ശരാശരി 5 ടൊർണാഡോകളും മിസോറിയിൽ 16 എണ്ണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച സെന്റ് ലൂയിസിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൽ 5 പേർ മരിക്കുകയും 38 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മേയർ കാര സ്പെൻസർ പറഞ്ഞു. നഗരത്തിലെ 5000-ലധികം വീടുകളെ ഇത് ബാധിച്ചതായും അവർ പറയുന്നുണ്ട്. ഞായറാഴ്ച നഗര പരിശോധകർ കേടുപാടുകൾ സംഭവിച്ച പ്രദേശങ്ങളിലൂടെ കടന്നുപോയി സുരക്ഷിതമല്ലാത്ത ഘടനകളെ അപലപിച്ചുവെന്നും സ്പെൻസർ പറഞ്ഞു. കേടുപാടുകൾ സംഭവിച്ച പ്രദേശങ്ങൾ കാണരുതെന്ന് അവർ ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നു. സെന്റ് ലൂയിസിലെ ക്ലേട്ടണിൽ ആരംഭിച്ച ഒരു ചുഴലിക്കാറ്റ് കുറഞ്ഞത് 13 കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു. മണിക്കൂറിൽ 241 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും ഉണ്ടായി. പരമാവധി 1.6 കിലോമീറ്റർ വീതിയിൽ വീശിയതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. സെന്റ് ലൂയിസ് മൃഗശാലയും
1904 വേൾഡ്സ് ഫെയറും അതേ വർഷം ഒളിമ്പിക് ഗെയിംസും നടന്ന സ്ഥലവും സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് പാർക്കിന്റെ പ്രദേശത്താണ് ഇത് പതിച്ചത്. സെന്റ് ലൂയിസിൽ നിന്നും ഏകദേശം 209 കിലോമീറ്റർ തെക്കുള്ള സ്കോട്ട് കൗണ്ടിയിൽ ഒരു ചുഴലിക്കാറ്റിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകൾ നശിക്കുകയും ചെയ്തുവെന്നും ഷെരീഫ് ഡെറിക് വിറ്റ്ലി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. കാലാവസ്ഥാ സംവിധാനം വിസ്കോൺസിനിൽ ടൊർണാഡോകൾ സൃഷ്ടിക്കുകയും ചിക്കാഗോ ഉൾപ്പെടെയുള്ള ഇല്ലിനോയ്സിന്റെ ചില ഭാഗങ്ങളെ താൽക്കാലികമായി പൊടിപടലങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു. വാഷിംഗ്ടൺ DC-യിലെ വിർജീനിയ പ്രാന്തപ്രദേശങ്ങളിൽ വാഹനമോടിക്കുന്നതിനിടെ മരങ്ങൾ വീണ് 2 പേർ മരിക്കുകയും ഉണ്ടായി. ട്രംപ് ഭരണകൂടം നാഷണൽ വെതർ സർവീസ് ഓഫീസുകളിലെ ജീവനക്കാരെ വെട്ടിക്കുറച്ചതിന് ശേഷമായിരുന്നു കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചത്. ടൊർണാഡോ പോലുള്ള ദുരന്തങ്ങളിലെ മുന്നറിയിപ്പുകളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് പുറത്തുനിന്നുള്ള വിദഗ്ധർ ആശങ്കാകുലരായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത് അമേരിക്കയിലാണ്. അവിടെ പ്രതിവർഷം ഏകദേശം 1200 എണ്ണം ഉണ്ടാകാറുണ്ട്.